ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് കാര്യം ചോദിക്കുകയാണ്. മാം ഒരുപാട് വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. നൃത്തത്തിലും നമുക്ക് പാട്ടിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പം എനിക്ക് വേണ്ടി ഒരു രണ്ടുപേര് സാറിൻ്റെ എം ഡി സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഒരു രണ്ടുപേര് പാടി, ഏതെങ്കിലും ഒരു പാട്ട്. ഞാനിപ്പോൾ ഒരു നല്ല വൈറൽ ഫീവർ കഴിഞ്ഞ ഒരു ചുമയൊക്കെ അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട്. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. കുറെ കാലമായി പാടിയിട്ടല്ലേ. ശരിക്കും ആദ്യം പാട്ടിനോടായിരുന്നു ഭയങ്കര ഇഷ്ടം മാമിനല്ലേ. അത് കഴിഞ്ഞാണ് നൃത്തത്തിലേക്ക് വരുന്നത്. എഴുത്തായി, ഇപ്പം സംവിധാനമായി. ഞാൻ ചോദിക്കട്ടെ, ശ്രീകാന്ത് സാറിനെ കുറിച്ച് ഇവിടെ ചോദിക്കുകയാണ്. കാരണം രണ്ടുപേരെയും നൃത്തത്തിൽ, ഞങ്ങൾ നൃത്തത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും അർദ്ധനാരീശ്വര സങ്കല്പം എന്നാണ് നിങ്ങളെ കാണുക. അപ്പം ഇങ്ങനൊരു കാര്യത്തിലേക്ക് കൂടെ ഞാൻ ചെയ്യുകയാണ് ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ എന്തായിരുന്നു സാറിൻ്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അഭിപ്രായം എന്തായിരുന്നു? സത്യത്തിൽ ആദ്യം പുള്ളിക്ക് പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാത്തൊരു മേഖലയിൽ പോയിട്ട് എന്താ കാണിക്കാൻ പോണെന്നുള്ള നാച്ചുറലി ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ അദ്ദേഹം നൃത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. വേറെ അതിനപ്പുറത്തേക്ക് പുറത്ത് വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം സിനിമയൊക്കെ കാണുമെങ്കിലും എന്നെ പോലെ അങ്ങനെ ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല സിനിമയിൽ. കുറച്ച് കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ ആദ്യം അദ്ദേഹത്തിന് വളരെ പേടിയായിരുന്നു. പിന്നെ ആദ്യത്തെ സെറ്റിൽ വന്ന് സന്തോഷ് സാറിൻ്റെ സിനിമയാണ് ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്തത് വയനാട്ടിൽ. അപ്പോൾ തന്നെ സെറ്റിൽ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ദെൻ ഹി റിലാക്സ്ഡ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ 100% അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫാമിലിയുടെ സപ്പോർട്ടും ആ കാര്യവും ഇല്ലാതെ നമുക്കിതൊന്നും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഹി വാസ് വെരി സപ്പോർട്ടീവ്.